ആണിന്റെയും പെണ്ണിന്റെയും വിരൽ പുച്ഛത്തിന്റെ വിരലടയാളത്തെ വ്യത്യസ്തമാക്കി പടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദം നബി മുതൽ ലോകാവസാനം വരെ വരുന്ന കോടാനുകോടി ജനങ്ങളുടെ വിരൽ പുച്ഛത്തിന്റെ അടയാളത്തെ വ്യത്യസ്തമാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്റെ വിരൽ പുച്ഛത്തിന്റെ അടയാളമല്ല, എന്റെ വിരലടയാളമല്ല സാദിഖലി തങ്ങളുടെ വിരലടയാളം. എന്റെയും സാദിഖലി തങ്ങളുടെയും അല്ലാഹു മഹാനുഭാവൻ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. അടയാളമല്ല മുനീർ ഹുദവിക്ക്, അടയാളമല്ല, അടയാളമല്ല. ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിരലടയാളമല്ല എന്റെ അടയാളം. അതിന്റെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് സിദ്ദീഖാജിയുടെ വിരലടയാളം. കൈകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോഴും അടയാളം വേറെയാണ്. ഒന്ന് മാറുമ്പോ കോടാനുകോടി ജനഫലങ്ങൾക്ക് വിരൽ പുച്ഛത്തിന് പോലും വ്യത്യസ്തത കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എന്തേ പൊന്നുമോനെ, എന്തേ അടിമകളെ, നാളെ പരലോകത്ത് നിങ്ങൾ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല. ഇതെല്ലാവർക്കും അറിയാം. ഇവിടെയല്ല വിഷയം. അള്ളാഹു ഇത്രയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം കൽബിലിറക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവനുണ്ടോ മനുഷ്യന്മാരെ? എന്തിട്ട് ഇരിപ്പായിരിക്കണേ? ഒരു ഉസാറില്ലാത്തല്ല. ഭക്ഷണം കഴിച്ചില്ലേ? ഇനിയുള്ള ചോദ്യമാണ് അള്ളാഹുവിന്റെ ചോദ്യം. കൽബിങ്ങോട് കൊണ്ടുവരണേ. 2 മണിക്കൂർ ഇരുന്നിട്ട് തിരൂരിൽ നിന്ന് എന്റെ ബസ് കേൾക്കാൻ എല്ലാ സ്ഥലത്തും വരുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. എല്ലാവരും 2 മണിക്കൂർ വെറും ആസ്വാദിക്കാനല്ല, ഈ പദങ്ങളുടെ കടകടാന്ന് പോകുമ്പോ അത് അങ്ങനെ ഇരിക്കാനല്ലേ. കൽബന്റെ കയ്യിലേക്ക് തരണം. ഇപ്പോ ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസാക്ഷി കോടതിയിൽ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് നിങ്ങൾക്കറിയാം. നാളെ ഞാൻ മരിച്ച് 6 അടി മണ്ണിൽ കൊണ്ടുപോയി പിടിമണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചുപോയി കഴിഞ്ഞു. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ എന്നെ അവിടെ നിന്ന് അല്ലാഹു എഴുന്നേൽപ്പിച്ച് പരലോകത്തിൽ കൊണ്ടുവരും എന്ന് നിങ്ങൾക്കറിയാം. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എന്റെ ഈ വിരൽ കൊടികൾക്ക് പോലും ഒരു കൊച്ചു 1 ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത ഈ വിരൽ പുച്ഛത്തിൽ കോടാനുകോടികൾക്ക് ഒരേ രീതിയിലല്ല വ്യത്യസ്തമായ വിരൽ കൊടികളെ സംവിധാനിക്കാൻ എന്റെ റബ്ബിന് കഴിഞ്ഞിട്ടുണ്ട് എന്നും നിനക്കറിയാം. എന്നിട്ടും കേൾക്കുന്നുണ്ട് ഉറക്കെ. എന്നിട്ടും അല്ലാഹ് ചോദിക്കുകയാണ്. എന്നിട്ടും അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഈ പരമസത്യമല്ല അതിന്റെ കൽബിലറിയാമായിരുന്നിട്ടും എന്തേ നീ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട് എന്റെ മുമ്പിലൂടെ നടക്കുന്നു? ഇതെല്ലാം അറിഞ്ഞിട്ടും, ഇതെല്ലാം പരമാർത്ഥമാണെന്നറിഞ്ഞിട്ടും എന്തേ എന്റെ മുമ്പിലൂടെ തെറ്റ് ചെയ്തുകൊണ്ട് നീ നടക്കുന്നതെന്താ? നാളെ പരലോകത്ത് വരണമെന്നറിയാം, ഖബറിൽ നിന്ന് എഴുന്നേൽക്കണമെന്നറിയാം, സിറാത്ത് കടക്കണമെന്നറിയാം, ഹിസാബിനെ നിൽക്കുന്നതെന്നറിയാം. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നിട്ടും എന്റെ തൊട്ടു മുമ്പിൽ നീ എന്റെ തെറ്റ് ചെയ്യുന്നു. ഇത് തറയിലെ നിവാസികൾക്ക് ഇറങ്ങിയ ആയത്താന്ന് എനിക്ക് തോന്നാറുണ്ട്. അള്ളാഹ് ചോദിച്ചത് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്റെ തൊട്ടു മുമ്പിൽ തെറ്റ് ചെയ്തിട്ട് നീ നടക്കുന്നത് എന്താ? ഈ സ്റ്റേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിവറേജസ് കോർപ്പറേഷൻ. ഇത് ഇവിടത്തേക്ക് ഏറ്റവും ഫിറ്റായ ആയത്താണ്. ഇതൊക്കെ ചെയ്തിട്ടില്ല യഫ്ജുറ അമാമ, തൊട്ടു മുമ്പിൽ ചെന്നിട്ട് ഇതിനേക്കാൾ വലിയ ക്യൂ ആയിരുന്നു 6 മണിക്ക് ഞാൻ വന്നു അവിടെ കണ്ടത്. ഈ നിൽക്കുന്ന ആളുകളെക്കാൾ വലിയ ക്യൂ ആയിരുന്നു. അപ്പൊ ഈ ബൽയുരീദുൽ ഇൻസാൻ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ വരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. യഫ്ജുറ അമാമ, ഈ തൊട്ടു മുമ്പിൽ തെറ്റു നടക്കുന്നല്ലോ, നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്ക് പേടിയില്ലേ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നത്.
അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റ് ചെയ്യുക. അള്ളാഹു ചോദിക്കുകയാണ്, നിനക്കെന്ത് ധൈര്യമാണടാ എന്റെ മുമ്പിൽ നിന്നിട്ട് തെറ്റ് ചെയ്യാൻ? ഞാനാണെങ്കിലോ നിന്നെ കാണുന്നുണ്ട്. അള്ളാഹു ചോദിക്കുകയാണ്, ഞാനാണെങ്കിലോ നിന്നെ കാണുന്നുണ്ട്. എന്റെ മുമ്പിലൂടെയാണല്ലോ ഈ തെറ്റ് ചെയ്തിട്ട് നീ നടന്നു പോവുക. അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, ഇതെല്ലാം അറിഞ്ഞിട്ട് എന്റെ മുമ്പിലൂടെ തെറ്റുകളുടെ കൂമ്പാരവുമായി എന്തേ നിനക്കിങ്ങനെ നടക്കാൻ തോന്നുന്നു? ആ തെറ്റ് ചെയ്തുകൊണ്ട് പരസ്യമായി തെറ്റ് ചെയ്ത് നടക്കുന്നവനോട് നാളെ പരലോകമുണ്ടൊരു ലോകാവസാനമുണ്ടെന്ന് പറയുമ്പോ ആ സമയത്ത് അവന്റെ ചോദ്യം എന്താ? അല്ലാഹ് വീണ്ടും തുടരുകയാ, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. അവന്റെ മുമ്പിൽ ചെന്നിട്ട് തെറ്റ് ചെയ്യുന്നവനോട്, വ്യഭിചരിക്കുന്നവനോട്, പലിശ മേടിക്കുന്നവനോട്, ആഭാസം ചെയ്യുന്നവളോട്, തലമറക്കാത്തവളോട്, കള്ളം പറയുന്നവളോട്, ഭർത്താവിനെ വഞ്ചിക്കുന്നവളോട്, ഭാര്യയെ വഞ്ചിക്കുന്നവനോട്, അവനോട് ചെന്നിട്ട് പരലോകത്തെ ഭയപ്പെടണേന്ന് അള്ളാഹുവിന്റെ പ്രബോധകര് പറഞ്ഞു കൊടുക്കുമ്പോ ആ സമയത്ത് അവൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഏത് സമയത്താണ് ഈ പരലോകം വരിക? എന്നാണ് ലോകം അവസാനിക്കുക? എന്നാണ് ഈ ലോകം അവസാനിക്കുക? എന്നാണ് ഈ പ്രപഞ്ചം തകരുക? എന്നാണ് മഹ്ശറ? എന്നാണ് പരലോകമെന്ന് അവൻ നിസ്സാരതയോടെ തിരിച്ചു തോടിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ അള്ളാഹു തുടരുകയാണ്. എന്നാണ് പരലോകമെന്നറിയണോ? എന്നാണ് ലോകം അവസാനിക്കുന്നതെന്നറിയണോ? അല്ലാഹു പറയുകയാണ്, ഫൈദാ ബരികൽ ബസർ, ഫൈദാ ബരികൽ ബസർ വഖസഫൽ ഖമർ വജുമിഅ ശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. എന്റെ കൂടെ വരിക, ഈ ഹൃദയത്തെ സഞ്ചരിപ്പിക്കുക. അല്ലാഹു പറയുന്നു, എന്നാണ് മഹ്ശറ എന്നറിയണോടാ? ഫൈദാ ബരികൽ ബസർ, നിന്റെ മുഖം മഞ്ഞളിക്കുമ്പോ, ഫൈദാ ബരികൽ ബസർ, ഫൈദാ ബരികൽ ബസർ വഖസഫൽ ഖമർ, നിന്റെ കണ്ണ് മഞ്ഞളിക്കുമ്പോ, നിന്റെ മുഖം മഞ്ഞളിക്കുമ്പോ, ഈ മുഖം മഞ്ഞളിക്കും, ഈ മുഖത്ത് പരിഭ്രാന്തി ഉണ്ടാവും. ഈ സന്തോഷത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്നെ ശ്രമിക്കുന്നവങ്ങള്, ഈ മുഖത്തിന്റെ നിറം മാറും, ഈ മുഖത്തിന് പരിഭ്രാന്തി വരും. വജൂഹുന യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വവജൂഹു യൗമഇദിൻ ബാസിറ തظن അൻ യുഫഅല ബിഹാ ഫാകിറ. അള്ളാഹുവിന്റെ മുമ്പിൽ പരിഭ്രാന്തിയോട് ദയനീയമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു ദിവസം വരും. അന്നാണ് പരലോകം വരിക, അന്നാണ് പരലോകം വരിക. വഖസഫൽ ഖമർ, എപ്പോഴാണോ ചന്ദ്രനെ ചുരുട്ടപ്പെടുക, എപ്പോഴാണോ ചന്ദ്രനെ ചുരുട്ടപ്പെടുക, വജുമിഅ ശംസു വൽ ഖമർ, ചന്ദ്രനും സൂര്യനും അള്ളാഹുവിന്റെ മുമ്പിൽ ചുരുട്ടപ്പെടുമ്പോ, നാളെ പരലോകത്ത് വരുമ്പോ, വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ഈ ആകാശത്തെ ചുരുട്ടി പിടിച്ചിട്ട് എന്റെ വലതുഭാഗത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ആകാശം ചുരുട്ടപ്പെടുന്ന, ഈ ഭൂമിയെ ചുരുട്ടപ്പെടുന്ന പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം അതാ വരാൻ പോവുകയാ. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മഖ്ബറ. ആ ദിവസം വരാൻ പോവുകയാ. ആ ദിവസം വന്നു കഴിയുമ്പോ ഇനിയാണ് പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആകാശം തകരനായി, ഭൂമി പൊട്ടിപ്പിളരനായി, എല്ലാം തകർന്ന് ധരിപ്പണമാകുന്ന ഏറ്റവും ഭീകരമായ ശബ്ദം കേൾക്കുമ്പോ ഓ സമയത്ത് മനുഷ്യനെ വിളിച്ചു ചോദിക്കുകയാ. ഏതു മനുഷ്യനാണ്? അഹമ്മദ് കബീർ വിളിച്ചു ചോദിക്കുകയാ. ഈ കുടിയ 10,000 പരിഭ്രാന്തിയോട് പെങ്ങളെ വിളിച്ചു ചോദിക്കുമത്രേ, ഐനൽ മഫർ, ഐനൽ മഫർ, ഐനൽ മഫർ, എവിടെയാണ് ഒരു അഭയമുള്ളത്? സൂര്യൻ തകരുന്നല്ലോ റബ്ബേ, ചന്ദ്രൻ വിട്ടുപോയല്ലോ റബ്ബേ, ഭൂമി കിടുന്നല്ലോ റബ്ബേ, ആകാശം പിടരുന്നല്ലോ റബ്ബേ, ഈ വൃക്ഷങ്ങൾ, ഈ മേഘജാലകങ്ങൾ തകരുന്നല്ലോ അല്ലാ. അവൻ ഓടുകയാണ്, അവൻ പരിഭ്രാന്തിയോടെ ഓടുകയാണ്. ഐനൽ മഫർ, ഐനൽ മഫർ, ഐനൽ മഫർ, എവിടെയാണ് എനിക്കൊരു ഒളിവ് സങ്കേതമുള്ളത്? എവിടെയാണ് എനിക്കൊരു അഭയമുള്ളത്? എവിടേക്കാണ് എനിക്ക്
രക്ഷപ്പെടാൻ കഴിയുന്നത്? അല്ല പറയുകയാണ്, ഇല്ല ഇല്ല, രക്ഷപ്പെടാൻ നീ ഓടിയ സങ്കേതങ്ങളില്ല, നിന്റെ കാമുകിയുടെ താവളങ്ങളില്ല, മനസ്സമാധാനത്തോടെ പാതിരാത്രി നീ ഓടിച്ചെന്ന ഈശൽ നൈറ്റുകളില്ല, നിന്റെ സിനിമാ താരങ്ങളില്ല, നീ കണ്ട സീരിയലിന്റെ ആസ്വാദനങ്ങളില്ല. അന്നൊരേ ഒരു സ്ഥലത്ത് മാത്രമാണ് അഭയമുള്ളത്, കാമുകിയുടെ മടിത്തട്ടിലല്ല, പച്ചവ്യഭിചാരത്തിന്റെ ചൂടിലല്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, അല്ലാഹുവിന്റെ അടുക്കലല്ലാതെ, പടച്ചറപ്പിന്റെ മുമ്പിലല്ലാതെ, അവന്റെ അർശിന്റെ തണലിലല്ലാതെ, അവന്റെ അർശിന്റെ തണലിലല്ലാതെ അന്നത്തെ ദിവസം യാതൊരുവിധ അഭയങ്ങളില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. ആമീൻ പറ. എല്ലാവരും പരിഭ്രാന്തിയോടെ ഓടുകയാണ്. അന്ന് കൂട്ടിലാരുമില്ല, അന്നേകനാണ്, ഏകനാണ് നാം. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. ചുണ്ടു വരളുന്നുണ്ടെങ്കിൽ നനയ്ക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. ചുണ്ടു വരളുന്നുണ്ടെങ്കിൽ നനയ്ക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. അന്ന് നിന്റെ നാവ് തളരുകയാണ്, അന്ന് നിന്റെ ഈ നാരായ മുനയുടെ മൂർച്ചയില്ല. ആരെയും ആക്രമിച്ച, ആരെയും ദ്രോഹിച്ച, ആരെയും തെറി പറഞ്ഞ ഈ നാരായ മുനയുടെ മൂർച്ച നിന്റെ നാവിനന്നില്ല. അന്ന് നിന്റെ നാവ് തൊണ്ടക്കുടിയിലേക്ക് ഇറങ്ങിപ്പോയി, ആരുമില്ല നിനക്കെന്ന്. അന്ന് നീ പരലോകത്തിലേക്ക് ഓടുകയാണ്. ആ ഓട്ടം അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു ഓട്ടം നന്നാക്കി തരട്ടെ. ഓടുകയാണ് എവിടേക്ക്? എവിടേക്ക്? ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. ഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള ഓട്ടം. ആ ഓടുന്നവരിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട്? ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഇനി അടുത്ത ആയത്ത് ഞാൻ പറഞ്ഞുതരട്ടെ. എന്നിട്ട് മനുഷ്യന്മാരെ പറഞ്ഞു തരട്ടെ. ഓടുകയാണ്. അഹമ്മദ് കബീറിന്റെ കൂടെ ഈ 10,000 ഒന്നുമില്ല. അഹമ്മദ് കബീർ ഓടുക. എങ്ങോട്ട്? അന്ന് അഹമ്മദ് കബീറിന്റെ കൂടെ ഈ 10,000 ഇല്ല, ഈ 1000 ഇല്ല, അവന്റെ സ്വന്തം കൂടെ കിടക്കണ ഭാര്യ പോലും ഇല്ല. അവനിങ്ങനെ ഓടുകയാണ്. എങ്ങനെ? ആ ഓടുമ്പോ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ പശമുക്കിയ ഈ ജുബ്ബയുടെ ഈ പടപടപ്പില്ല, ഈ മുണ്ടിന്റെ ആഗ്രഹങ്ങളില്ല, ഈ തലപ്പാവില്ല, ഈ ഒന്നുമില്ല. അവൻ ഓടുകയാണ്. പരിപൂർണ്ണ നഗ്നനായി, ഉടുതുണി ബന്ധമില്ലാതെ, ഇതിനപ്പുറം എന്ത് പറഞ്ഞു തരണം ഈ രാത്രിയിൽ? അവൻ പരിപൂർണ്ണ നഗ്നനായി, ഉടുതുണി ബന്ധമില്ല. അവന്റെ ശരീരത്തെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു കമ്പിളി വസ്ത്രം അവനില്ല. ആ ചുട്ടുപെടുത്ത സൂര്യന്റെ താഴെക്കൂട് അവൻ ഓടുകയാണ് പടച്ചറപ്പിന്റെ ഒടുക്കലേക്ക്. ആ ഓട്ടത്തിന്റെ ഇടയിലാണ്, അടുക്കലേക്ക് പരിഭ്രാന്തിയോടെ ഓടുന്നതിന്റെ ഇടയിലാണ്. അടുത്തായത്ത് ചിന്തിക്കേണ്ടതാണ്. ഇടയിൽ അവനവന്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം അവന്റെ കൺമുമ്പിൽ അവൻ കാണുമെന്ന് വിശുദ്ധ ഖുർആൻ. നീ ചെയ്തത്, നീ പറഞ്ഞത്, നീ ചിന്തിച്ചത്, നീ വ്യഭിചരിച്ചത്, നീ കല്ല് കുടിച്ചത്, നീ പലിശ വാങ്ങിച്ചത്, നീ ആവാസം പറഞ്ഞത്, നീ വസാറ് പറഞ്ഞത്, കള്ളം പറഞ്ഞത്, ദ്രോഹിച്ചത്, അടിച്ചത്, പിടിച്ചത്, കവർന്നത്, രസിച്ചത്, സുഖിച്ചത്, ശ്രദ്ധിച്ചത് എല്ലാം നീ നിന്റെ മുമ്പിൽ കണ്ണില് കാണുകയാണ്. പൊന്നുമോനെ കാണുകയാണ്. അവസ്ഥ ഭീകരമാണ്. ആ സമയത്താണ് പടച്ചിറപ്പിലേക്ക് ഓടുന്ന സമയം, മത്സരമാടി വിളിക്കുന്ന സമയം, മറുഭാഗത്ത് കത്തിക്കാളുന്ന നരകം മാടി വിളിക്കുമ്പോ ആ സമയത്ത് അവന്റെ കണ്ണുകൊണ്ട് കാണുകയാ. ഞാൻ പറഞ്ഞതല്ല,
മനുഷ്യനവന്റെ കണ്ണുകൊണ്ട് കാണുകയാ. ആ സമയത്താണ് ഞാൻ വ്യഭിചരിച്ചത് കാണുക, കള്ളു കുടിച്ചത് കാണുക, ആരും അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും പരിഭ്രാന്തിയോടെയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ കാണുമ്പോ അവൻ നന്മയാണോ ചെയ്തത്, അവനോടുന്നതിന്റെ ഇടയിൽ കാണുകയാണ് നമസ്കരിച്ചത്, ഇസ്റാഖ് നിസ്കരിച്ചത്, തഹജ്ജുദിന് പാതിരാത്രി എഴുന്നേറ്റത്, പാതിരാത്രി അവൻ പൊട്ടിക്കരഞ്ഞത്, അവന്റെ റമളാനുകൾ, അവന്റെ സദഖകൾ, അവന്റെ സലാത്തുകൾ, അവന്റെ സലാത്തുകൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നാളെ മഹ്ശറിലേക്ക് ഓടുന്ന നേരം ഈ സലാത്ത് കണ്ണുകൊണ്ട് കാണിപ്പിക്കണേ അല്ലാഹ്. അതാണ് ഞങ്ങൾക്കൊന്നുമില്ല റബ്ബേ. ആ സമയത്താണ് അവന്റെ സദഖകൾ, അവന്റെ തഹ്ലീലുകൾ, അവന്റെ തക്ബീറുകൾ, അവന്റെ തഹശ്ശുകൾ, അവന്റെ തളറുകൾ, അവന്റെ അദ്കാറുകൾ അവൻ ചെയ്തത്, അവൻ പറഞ്ഞത്. ആ സമയത്താണ് ബാക്കവിയുടെ സദസ്സിലേക്ക് പരന്നിടുക, അതിലേക്ക് കൊടുത്ത ചെറുതും വലുതുമായ സദഖകൾ അല്ലാഹുവേ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആ പോകുന്നതിന്റെ ഇടയിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്തതെല്ലാം ബിമാ ഖദ്ദമ വഅഖർ, ബിമാ ഖദ്ദമ വഅഖർ, അവൻ മുമ്പ് ചെയ്തതും പിന്തിച്ചതും എല്ലാം അവനവന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ പരലോകത്തിലേക്ക് റബ്ബിന്റെ മാത്രം മുമ്പിലേക്ക് ഓടുന്നതിന്റെ ഇടയിൽ ഒരു നല്ല കാഴ്ച കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല കാഴ്ച എന്താ? 10,000-കണക്കിന് ആളുകൾ കൂടിയ സദസ്സ്, ധാരാളം സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഹാഫിദീങ്ങൾ, ദുആ ചെയ്യാനും സദഖ ചെയ്യാനും ഒരു അവസരം. റബ്ബേ, ആ അവസരം ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു കാഴ്ച ലൈവായിട്ട് കാണാൻ കഴിയും. അതിനുള്ള ഒരു അവസരമാണ് ബക്കറ്റുമായി സംഘാടകർ ഇപ്പൊ വരും, ഉള്ള പൈസ അതിനകത്തേക്ക് ഇടുക. ഇപ്പൊ ബക്കറ്റുമായിട്ട് സംഘാടകർ വരും. ആ ചിരിക്കണ്ട നിങ്ങൾ, ഈ ചിരി മാറുമ്പോ സൗഫ തറാ ഇദൻ കശഫൽ ഗുബാറു അഫറസുൻ തഹ്ത റിജ്ലിക അം. കൈ ഇങ്ങനെ പിടിച്ചിട്ട് 6666 കയ്യിൽ കൊണ്ടുവന്നു. മിനിങ്ങാന്ന് ഞാൻ അവിടെ പോകുമ്പോ അദ്ദേഹം 2 കൈയും വീശി എന്റെ അടുക്കൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഉസ്താദെ, തളർന്നു പോയ കൈ 6666 ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തപ്പോ അൽഹംദുലില്ലാഹ് സബലീകരിച്ച കൈ പൂർണ്ണ ആരോഗ്യം. ഇത് ലൈവായിട്ട് സ്റ്റേജിൽ 1000-കണക്കിന് ആളുകൾ കണ്ടതാ. ഇത് എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞല്ല. ആ മനുഷ്യന്റെ കൈ തളർന്നിട്ട് 18 വർഷമായിട്ട് അയാൾ അതിലൂടെ നടക്കുന്ന നാട്ടുകാർ കണ്ടതാ. അദ്ദേഹത്തിന്റെ കൈ ഇന്ന് ഉപയോഗമായി. വേറൊരു ചികിത്സ ഒരു ഹോസ്പിറ്റലിൽ പോലും പോയിട്ടില്ല. ഒരു തൈലമിട്ട് തടവി, അതും ആ നാട്ടുകാർ കണ്ടതാ. അതുകൊണ്ട് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോ 20 പവന്റെ സ്വർണം വേണമായിരുന്നു, കിട്ടിയത് 48 പവന് 10 മിനിറ്റ് കൊണ്ട്. കാരണം ആളുകൾക്ക് ഈ അനുഭവം മുമ്പിൽ നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം 10 സ്വലാത്ത് നമ്മൾ ചൊല്ലും. ആ സ്വലാത്തിൽ പങ്കെടുക്കാൻ ധാരാളം ദുഃഖങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കവി മനസ്സിലെത്തി പറയുക, ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ദുആ സ്വീകരിക്കും. ചില സദസ്സ് കാണുമ്പോൾ അറിയാം. ഒരു നല്ല സദഖ ഈ സംഘാടകർക്ക് ഒരു 100 പവന്റെ സ്വർണം പാവപ്പെട്ട സഹോദരിമാർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമാണ്. പാവങ്ങൾക്ക് വേണ്ടി ഒരു 3 വീട് വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കൂടി 1 ഗ്രാം സ്വർണത്തിന്റെ സ്ഥലം 1 പവനും 2 പവനും തന്നെ ഇല്ല. 1 ഗ്രാം സ്വർണം ഇപ്പൊ എത്ര 1 ഗ്രാമിന്? നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റിന്റെ റസ്കിന്റെ തൂക്കമല്ല, അത് പറവില്ല അറിയാതെ. എത്ര 2000? എനിക്ക് ഞാൻ മേടിച്ചിട്ട് ഒത്തിരി ആളായി. 2800 റുപ്യ 1 ഗ്രാം. 1 ഗ്രാം അതിന്റെ ഒരു പൈസ ഇൻഷാല്ലാഹ് ബക്കറ്റ് ഇടണം. അതില്ലാത്തവർ ഒരു 1/2 ഗ്രാം 1/4 ഗ്രാം. അല്ലാഹുവേ, ഇൻഷാല്ലാഹ് 100 പവന്റെ പൈസ നമുക്ക് ഇവിടെ ഒപ്പിക്കാൻ പറ്റും. ഇല്ലേ? എല്ലാവരും കൂടിയ എല്ലാവരും കൂടെ കൂടിയ എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാഹ് ഈ പാപി ദുആ ചെയ്യും. അവസാന സലാത്ത് ഇങ്ങനെ ഒരു സദസ്സിന് കിട്ടില്ല. എല്ലാവരും അല്ലാഹു എന്റെ വകയായി 1 ഗ്രാം അല്ലെങ്കിൽ ഒരു 1/2 ഗ്രാം 1400 റുപ്യ, അതിനെങ്ങനെ ഒരു 1/4 ഗ്രാം 500 റുപ്യ. എല്ലാവരും ഇന്നത്തെ ദിവസം ഈ റബീഉൽ അവ്വലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫക്കീറോങ്കി മൽജ ലഈഫോങ്കി മഅ്വ
പാവപ്പെട്ട അനാഥകളെ കൈപിടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന ലോകത്തിന്റെ മുത്തയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് ആഗ്രഹത്തോടെ എല്ലാവരും, ഒരാൾ പോലും ഒഴിവാകരുത്. ഒന്നുമില്ലാത്ത കപ്പലണ്ടി കച്ചവടക്കാരനായിരിക്കും, ഒരു 100 റുപ്യെങ്കിലും ഒരു 50 റുപ്യെങ്കിലും അതിനകത്ത് ഇടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ പോലും ഒഴിവാകരുത്. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ചെയ്യുന്നവരുടെ ആഗ്രഹം എന്താണോ, അള്ളാഹുവേ ഒരു 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ ഇടുമ്പോ അള്ളാഹുവേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കുറെ നാളുകളായി ബുദ്ധിമുട്ടുന്നവർ അത് മനസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പൈസ ഇടുന്ന അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ സ്വലാത്തില്ല. ഞാൻ നോക്കുന്നുണ്ട് എത്ര ഗ്രാമാണ്. സ്റ്റേജിൽ നിന്നാണ് ആദ്യം പോകേണ്ടത്. എത്ര ഗ്രാമാണ് ഞാൻ നോക്കുന്നുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മനസ്സ് മദീനയിലേക്ക് വിശുദ്ധമായ റബീന്റെ പൊന്നമ്പിളി തിങ്കൽക്കര പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് മദീനത്തിന്റെ മദീനത്തിന്റെ കുമച്ച കുപ്പയെ തടുകി തലോടി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന ഈ പുണ്യമായ രാവ് 3 സ്വലാത്ത് ചൊല്ലി ഹബീബായ നബിതങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയ പാവത്തങ്ങൾക്ക് വേണ്ടി 1 ഗ്രാം സ്വർണ്ണത്തിന്റെ പൈസ 1 രൂപയാകട്ടെ ഈ സദസ്സിന് സംഭാവന ചെയ്യുന്നവർ അല്ലാഹുവിന്റെ മനസ്സിലെ ആഗ്രഹമാണോ അത് സ്വീകരിക്കണേ. രോഗങ്ങളുള്ളവരാണെങ്കിൽ അത് ശിഫയാക്കണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹുവേ. ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അത് കബൂലാക്കണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ പോലും ഒഴിവാകരുത്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കി വിഷയം ഒരിടത്തും എത്തിയിട്ടില്ല, നമുക്ക് ബാക്കി വിഷയം കൊണ്ട് പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 100 പവന്റെ സ്വർണം ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം ഈ സദസ്സിൽ. ഉണ്ടാവുന്നാണ് എന്റെ പ്രതീക്ഷ. ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് പറ. ഇൻഷാ അല്ലാഹ് വേറൊന്നുമില്ല. ഒരു 100 പവന്റെ സ്വർണം അവന് നാളെ വിവാഹം കഴിയുമ്പോ ബാക്കവിക്ക് വേണ്ടി ദുആ ചെയ്യും. അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു 100 പവന്റെ സ്വർണ്ണം ഉണ്ടാവും, ഉറപ്പാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 100 പവൻ സ്വർണ്ണത്തിന് എത്ര റുപ്യാവും? 28 അല്ലെ? 30 ലക്ഷം രൂപയുടെ അടുത്ത പണിക്കൂലി പണിക്കുറവ് അടക്കും. 25 നിൽക്കത്തില്ല. നിങ്ങൾ എന്തിട്ട് കച്ചവടക്കാരാണ്? ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ബക്കറ്റിലും നോക്കണ്ട, ഉള്ള പൈസ അങ്ങോട്ട് ഇടുക, അതിനകത്തേക്ക് ഇടുക. ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. വിഷയമെത്തി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനൊരു നല്ല സമ്മാനവും പറഞ്ഞു വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നല്ല സമ്മാനം തന്നിട്ടേ നിങ്ങളെ ഞാൻ വിട്ടു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നാളെ പരലോകത്തെത്തുമ്പോ നീ ചെയ്തതെല്ലാം യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ ബൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. ഗൗരവമായി ആയത്തുനാളെ പരലോകത്തിലേക്കുള്ള യാത്രകളിൽ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം അവന്റെ കൺമുന്നിൽ കാണുമ്പോ ഓരോരുത്തരും അറിയാതെ പറഞ്ഞു പോകും. അല്ല തന്നെ പറയുകയാണ്, അല്ലാ ബലിൽ ഇൻസാൻ അലാ നഫ്സിഹി ബസീറ. ആ സമയത്താണ് അല്ലാഹുവേ അവനവന്റെ കണ്ണുകൾ കൊണ്ടവർ ചെയ്തു പോലെ ഹൃദാനത്തങ്ങൾ മുഴുവനെ പറച്ചറപ്പിന്റെ മുന്നിൽ കാണുമ്പോ ആ സമയത്ത് അവർ ചിന്തിക്കുമത്രേ, അല്ലാഹുവേ എന്തെങ്കിലും ഒരു ഉപായം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അല്ലാഹുവേ ഞാൻ അറിഞ്ഞുകൊണ്ട് വ്യഭിചരിച്ചതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളു കുടിച്ചതല്ല. ഈ ദുനിയാവിൽ രക്ഷപ്പെടുന്നത് പോലെ അല്ലാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ഓരോ അൽക്കാ
എന്റെ പടച്ചതമ്പുരാന്റെ മുമ്പ്, ഈ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പ് അവൻ എന്നെ വിചാരണ ചെയ്യുമ്പോ ആ സമയത്ത് എനിക്കൊരു ഒടിവ് കഴിവ് പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ ഒടിവ് കഴിവ് പറയുക? അല്ലാഹുവേ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്നെങ്ങനെയാണ് പറയുക? എല്ലാം മനഃപൂർവ്വം ചെയ്തത്, എല്ലാ മരണത്തെ മറന്ന് ചെയ്തത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അവസാനത്തെ വാക്യമായി എട്ടും പൊട്ടും പിരിയാത്ത പെണ്ണിന്റെ മാംസച്ചുണ്ടുകളെ കാണുന്ന 14 വയസ്സുകാര് പെണ്ണിനെ പോലും പിച്ചു ചിന്നുന്ന കാമക്കൂത്ത് എല്ലാം ഈ ഭൂമി അതപ്പെടുക്കുകയാണ്. 14 വയസ്സുകാര് പെണ്ണിനെ പോലും പിച്ചു ചിന്നുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന് പോലും ഈ കാമക്കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത കരികാലത്തിന്റെ നടുവ് 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് സൈല എന്ന പെണ്ണുമോളാത്മഹത്യ. കോഴിക്കോട് ജില്ലയുടെ പ്രാന്തപ്രദേശത്ത് താമസിച്ച 14 വയസ്സുകാരി പെണ്ണ് പോലെ ചട്ടപ്പെട്ടുകള് അവൾ ആത്മഹത്യ ചെയ്തു. എന്തിനാണ് അവൾ ആത്മഹത്യ ചെയ്തെന്നറിയോ? ഓരോരുത്തരോടും ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയാ. പന്തീരാങ്കാവ് പെണ്ണാണിവ കേസിലെ 14 വയസ്സുകാരി പെൺകുട്ടി അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവളുടെ വിതറിത്തെറിച്ച വിരലുകൾ കൊണ്ട് അവൾ എഴുതി കോറി വെച്ച ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഞാൻ നിങ്ങളോട് വായിക്കുകയാ. 14 വയസ്സുകാരി സഹില, പെണ്ണുമോളെ സഹില, മാപ്പ് നിന്നോട് മാപ്പ്. ഈ മാംസക്കണ്ണുകൾ നിന്നെയാണ് പിച്ചു ചിന്തിയത്. 14 വയസ്സുകാരി പെണ്ണുമോളെ, നീ എന്ത് തെറ്റാണ് കണ്ടത്? അവൾ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പാണിത്. ഇത് നടക്കുന്നതെന്നറിയോ? ഞാനും എല്ലാവരെയും പോലെ ആ ജീവിതത്തിലേറെ സ്വപ്നങ്ങളുള്ള പെണ്ണ്, കൂലിപ്പണിക്കാരനായ വാപ്പയും ഉമ്മയും എന്നെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ട് കണ്ണീരൊപ്പിയ പെണ്ണ്. ഞാൻ പുസ്തകത്തിന്റെ മാറാപ്പ് മുതുകിൽ വെച്ച് സ്കൂളിൽ പോയി പഠിച്ച് ഞാൻ വിടുകയാകുമ്പോ അവസാനം ഞാൻ എനിക്കൊരു ജോലി കിട്ടിയാല് എന്റെ വാപ്പയുടെ കൂലിപ്പണികൾ അവസാനിപ്പിക്കാനുള്ള ആഗ്രഹത്തോട് എന്റെ ചൂന്നലിക്കുന്ന പുരയൊന്ന് മേഞ്ഞിരിക്കാൻ, അവിടെ ഒരു തഴപ്പായുടെ മുകളിൽ ഒരു കട്ടിൽ വെച്ച് കിടന്നുറങ്ങാൻ, എല്ലാവരെയും പോലെ സ്വപ്നത്തിന്റെ ജാലക ലോകത്തിലേക്ക് ചാലക വിരികളും തുറന്നിരുന്ന ഒരു പാവപ്പെട്ട പെണ്ണൊരാൾ സകല എന്ന പെണ്ണുമോൾ എഴുതുകയാണ്. മരണത്തിന്റെ വിഭ്രാന്തി അവർ മനസ്സിന്റെ മുമ്പിൽ കണ്ട സമയത്ത് അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോ അള്ളാഹു എനിക്ക് വല്ലാത്ത സൗന്ദര്യം തന്നിരുന്നു. ധാരാളം പെൺകുട്ടികൾ എന്റെ കളിക്കൂട്ടുകാരികൾ എന്നെ കല്യാണം ആലോചിച്ചു അവരുടെ നേട്ടന്മാർക്ക് വേണ്ടി. അത്രയേറെ സൗന്ദര്യമായിരുന്നു എനിക്ക്. അപ്പോഴൊക്കെ